കേരയിൽ വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞതാണ്. കേരയിൽ പദ്ധതിയോടൊപ്പം വേറൊരു കൊട്ടേഷൻ കൂടെ ഉണ്ട്. വേറെ ചില ഒരു PPP പരിപാടി, ഒരു ഇൻഡസ്ട്രിയൽ സോൺ എടുക്കൽ, എല്ലാ പ്രോജക്റ്റിന്റെ കൂടെ ഇതുണ്ട്. വലിയ വിമാനത്താവളങ്ങൾക്ക് പോലും 1200 ഏക്കർ സ്ഥലം മതിയെന്നിരിക്കെ 2700 ഏക്കർ സ്ഥലം എന്തിന് ശബരിമലയിൽ എടുക്കുന്നു? ബിലീവേഴ്സ് ചർച്ചിൽ നിന്ന് എന്തിനെടുക്കുന്നു എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2700 ഏക്കർ സ്ഥലം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ 1200 ഏക്കർ സ്ഥലം വിമാനത്താവളത്തിന് മതിയെങ്കിൽ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്റർനാഷണൽ തലത്തിലുള്ള വിമാനങ്ങളൊക്കെ വരാൻ 1200 ഏക്കർ സ്ഥലം മതിയെങ്കിൽ, മാത്രമല്ല സർക്കാരിന്റെ നിയമം, സ്ഥലം ഏറ്റെടുക്കൽ നിയമം മിനിമം ആണ് ഏറ്റെടുക്കുക, മിനിമം പ്രപ്പോസൽ ആണ്, അല്ലാതെ മാക്സിമം സ്ഥലം ഏറ്റെടുക്കലല്ല, പിന്നെയാണ് വികസിപ്പിക്കൽ. അപ്പൊ സ്ഥലം ഏറ്റെടുക്കുന്നതിന് മിനിമം പ്രപ്പോസൽ വെച്ച് സ്ഥലം ഏറ്റെടുക്കുന്നതിന് പകരം 1200 ഏക്കർ സ്ഥലം മാത്രം ആവശ്യമുള്ള സമയത്ത്, അതൊരു ഇന്റർനാഷണൽ നോംസ് ആയി നിൽക്കുന്ന സമയത്ത് വിമാനത്താവളത്തിന്റെ പേരിൽ 2700 ഏക്കർ എന്തിനാണ് കാശ് കൊടുത്ത് മേടിക്കുന്നത്? അതിൽ കാശ് കൊടുക്കുന്നത് 1500 ഏക്കറിന് കാശ് കൊടുക്കുന്നതിലല്ല കോടതിക്ക് വിഷയം. അതെന്തിനുള്ള പ്രപ്പോസലാണ്? എന്ത് റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണ്? അത് മറച്ചു വെൽക്കാനാണോ, അതോ അവിടെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വരാനാണോ? എന്താണ് പരിപാടി? ഇതാണ് കേരള ഹൈക്കോടതി ചോദിക്കുകയും ആ വിജ്ഞാപനത്തെ റദ്ദാക്കുകയും ചെയ്തത്. എന്നിട്ട് നിങ്ങൾ 1200-ൽ കൂടുതൽ 1 ഏക്കറെങ്കിലും നിങ്ങൾ വാങ്ങണമെങ്കിൽ നിങ്ങൾ സോഷ്യൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം, എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണം. നിങ്ങൾ സോഷ്യൽ അനാലിസിസും എൻവയോൺമെന്റൽ അനാലിസിസ് ഒക്കെ നടത്തി, ചുമ്മാ നടത്തിയാൽ പോരാ, ഇന്റർനാഷണൽ എയർപോർട്ടുകളൊക്കെ പണിത് അറിവുള്ളവരെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിവരമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇവാലുവേഷൻ കമ്മിറ്റിയെ വെച്ച് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമായിട്ട് 1200 1200, അതിനുശേഷം ഏറ്റെടുക്കുന്ന ഓരോ ഏക്കറും എന്തിന് ആർക്ക് കൊടുക്കാനാണെന്നുള്ളത് പറഞ്ഞാലല്ലാതെ ഇപ്പോഴത്തെ വിജ്ഞാപനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി ഹൈക്കോടതി കണിശം പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ഓരോ പദ്ധതിക്ക് പിന്നിലും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിന്റെ പിന്നിൽ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വലിയ അജണ്ടയായിരുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ്, റോഡ്, വിമാനത്താവളം, അത് ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞ് വലിയ അജണ്ടയായിരുന്നു. എല്ലാം ബിസിനസ്സാണ്, കച്ചവടമാണ്. അപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്ന മുതൽ തുടങ്ങി ആഗോള സംഗമം തുടങ്ങി ഈ നമ്മുടെ വിമാനത്താവളത്തിന് സ്ഥലമെടുക്കുന്നത് പോലും വലിയ വിഷയമായിട്ടുണ്ട്. കോടതി ചെവിക്ക് പിടിച്ചാണ് ശബരിമല വിഷയത്തിൽ ഇപ്പോൾ കോടതി നിൽക്കുന്നത്. SIT പോലും മുൾമുലയെ നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ശബരിമല വിമാനത്താവളവുമായിട്ട് പോയി 1200 ഏക്കർ വേണ്ട സ്ഥലത്ത് 2700 ഏക്കർ ഏറ്റെടുക്കുന്നതിന്റെ കഥ. ഇരട്ടിയിലധികം ഭൂമി എന്തിന് വില കൊടുത്ത് വാങ്ങണം എന്നുള്ളതിന് ഒരു ഉത്തരവുമില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വിമാനത്താവള പ്രോജക്റ്റിന്റെ വിജ്ഞാപനം എടുത്ത് പുറത്തെറിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് വരാനുള്ള സാധ്യത എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും കേരളയിൽ കഴിഞ്ഞു. അടുത്തത് എരുമേലി വിമാനത്താവളവും സ്വാഗ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെന്റ് പരാജയപ്പെടുന്നു ചോദിച്ചാൽ, ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ഓരോ നല്ല പ്രോജക്റ്റിന്റെയും ഇടയിൽ കൂടി മറ്റ് ചില അജണ്ടകൾ കൂടെ കയറ്റി, മറ്റ് ചില മുതലാളിമാരുടെ താല്പര്യങ്ങൾ കൂടെ കയറ്റി പ്രോജക്റ്റ് ചെയ്യാൻ സ്ഥലവും സാഹചര്യവും ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ ജനങ്ങളുടെ എതിർപ്പും വരും. അതാണ് കേരളയിൽ ഉണ്ടായത്. ഇത് കോടതിയുടെ എതിർപ്പും വരും. അതാണ് ശബരിമല വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ കോടതി വിജ്ഞാപനം റദ്ദാക്കിയത്.